എല്ലാവരുടെയും നന്ദിക്കും ആയിരാരോഗ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം ഇന്ന് ഭഗവാന്റെ പ്രകാശം ഏകാദശി സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായം. ദേവന്മാർ ആ ഭഗവാൻ പ്രധാനത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എല്ലാവിധ വിളയാടുകളും കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ പ്രവൃത്തികളൊക്കെ കൊല്ലുന്നു. ഇതുപോലത്തെ ഇല്ലാതാക്കേണ്ട പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവന്മാർ വന്ന് ഭഗവാനെ സ്മരിക്കുന്നതും ഭഗവാൻ എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരമറിഞ്ഞ് ഉദ്ധവർ പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശങ്ങളുമാണ് അടുത്ത ശ്ലോകം അധ്യായങ്ങളിലായിട്ടുള്ളത്. ഈ ശ്ലോകത്തിൽ ഭഗവാനെ ദേവന്മാർ സ്മരിക്കുന്നതും ഭഗവാൻ ഉദ്ധവർക്ക് നൽകുന്ന ഉപദേശത്തിന്റെ ആരംഭമാണ്. എല്ലാവരുടെയും നന്ദിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന കേൾക്കും. സംസാരസാഗരേ മഗ്നം ലീനം മാം കരുണാനിധി കർമ്മഗ്രാഹ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശന. ശ്രീമദ് മഹാവന്ദന ശ്ലോകങ്ങൾ. ഓം തത്സത്. ജന്മാദസ്യേതോന്മയാദിതരതശ്ചാത്തേ ച വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേത്ര കൃതുഭി ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമോദ്ഗളിതം ഫലം മുഖാഗമൃതദ്രവസംയുതം ഗതഭാഗവതം രസമാലയം മുഹുരഹോരസികാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം നിത്യപാരായണത്തിൽ ഭഗവാന്റെ ഉച്ചരണങ്ങൾ ഏകാദശി സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായം. ഭഗവാനെ ദേവന്മാർ പ്രധാനത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ഭഗവാനെ ദേവന്മാർ സ്തുതിക്കുന്നതും ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശം നൽകാൻ തുടങ്ങുന്നതുമാണ് ഇത് പാരായണത്തിന് സമർപ്പിക്കുന്നത്. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഏകാദശോധ്യായ ശ്രീശുവാച അധ ബ്രഹ്മാത്മജേ ദേവി പ്രദേശേരാവൃതോഭ്യൂ ഭൂതഗണേ വൃതാ. ഇന്ദ്രോ മരുദ്ധിൻ ഭഗവാൻ ആദിത്യാവസോऽശ്വിനോ ഋഭോങ്കിരസോ രുദ്ര സാധ്യസ്ഥ ദേവതാ. സർവാക്ഷരസോ നാഗ സിദ്ധജാനനമുഖ്യക ഋഷയപിതരശ്ചൈവ സവിദ്യാധരകിന്നരാ. സർവേ കൃഷ്ണാദിദൃഷ്ടവാ അപുഷായേന ഭഗവാൻ വിഭ്രാജമാനായാം സമൃദ്ധയാം ദർശനം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭഗവാൻ സ്വബോധ്യാനോപകർമാണി സാധയന്തോ യഥോത്തമം ഈർഭിഷ്ടപദാർത്ഥാദി ജഗദീശ്വരം. ഭഗവാനെ ദേവന്മാരെല്ലാം കൂടി വഹിക്കുന്ന ഭാഗമാണ് 7 മുതൽ 19 വരെ ശ്ലോകങ്ങൾ. ഓം തത്സത്. ദേവാഊഷു നദാത്മദേനാദവതാരവിന്ദം
बुद्धीन्द्रिय प्राणमनोवजोहि यच्चिन्त्यते तद्विभावयुक्ते मुमुक्षुभिः कर्ममयोनुपाजात् त्वं माययाभिगुणयात्मन् योगिभाव्यं तद्गुणस्था गर्भवादविदकर्मविदध्यते मे वृत्त्येषु देवदेवदेवनवद्या सिद्धिर्नृणां नृत्कडेय विरासयानां विद्यासुधाद्ययतारतमक्रियाभिः तत्त्वात्मनां प्रभवे यशसि प्रवृद्धा तत्सद्दया प्रवणसम्प्रदयाय दास्या प्राणप्रवाहुभिः शुभाक्षय धूमकेतु क्षेमाय ओमिलासोक्यमाना यस्वार्थदे समविभूतय आत्मवद्भिः यूहेति दत्सवरसस्वरविक्रमाय यच्चिन्त्यते प्रेतपाणिभिरध्वजास्तु प्रियानिरुक्तविघ्नेशहविर्गृहीत्वा अध्यात्मयोगौतयोगिभिरात्ममायां जिज्ञासुभिः परमभागवते प्रदिष्टा तद्वृत्तया तव विभोपनमालयेयं संस्पर्धिनी भगवती प्रतिभक्तिवत्सी आदधन्यो सुभाषे धूमकेतु केतुस्त्रिविक्रमैकत्रिपदत्सदाको यस्ते वयावयो तराय पूर्णन् पादपुनातु भगवन् वरदामगम्या नस्योदकावैवयस्य वचे भवन्ति ब्रह्मादयस्तयुतो विदुलभ्यमाना कालास्य परस्य चन्द्रस्तनोदु चरणपुरुषोत्तमस्य अस्यादयेतुदयस्थिति संयमाना अव्यक्तजीवमहतामविकारमाहो सोऽयं कृणाभिरभिलापदये प्रदुष्टा आरोगिवीरजय उत्तमपुरुषत्वं त्वत्तत्पुमान् यातुरीयं दत्ते महानन्दविकल्पमहोपवीर्या सोऽयं भयानक आत्मनान्दकोष्ठं वैमं सतर्कविरावदने स्वेदं तत्तस्य जगदस्य भगवन्मवानतीशो निर्माणेन पुनर्विक्रयो मनीयान् अष्टादशन्नविरुचिकपदे नलिप्तो मायावलोकनवदर्शिनभावहारी भूमण्डलप्रविशतरुणमन्दशौरे पत्युस्तु षोडशसहस्रमनङ्गबाणे दिव्यस्ववामृतसहोर्धवोर्ध्या पादावले अनुत्सवं अंगसंगी अंगसंगी तीर्थद्वयं विधिवस्तुसंगी ओम तत्सत् ओम श्री कृष्ण परमात्मने नमः ओम बादरायणिर्वाद इत्यभीष्टूय विबुधे शेषश्चतुर्विधरीम् अभ्यपासद गोविन्दं वनम्याम्बरमाश्रिता भूमेर्भारावताराय पुरा विज्ञापितप्रभो तस्माभिरशेषात्मं तत्तदैवोपपासितं धर्मस्य स्थापित तत्सु सत्यसन्देषु वै त्वयां विशिष्टविदिषु विच्छिद्द सर्वलोककमलाभकां अवधीजयतोर्वंशे बिभ्रद्रूपमनुत्तमं സ്തുതിച്ചതിനു ശേഷം ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഇതിൽ എത്തിച്ചേർന്ന ഭൂമിയെ കാലം തീർക്കാനായിട്ട് അവിടുന്ന് വന്നത് അത് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് തിരിച്ചു പോകേണ്ട അവിടുത്തെ അവതാരത്തിൻ്റെ ഭാഗം തീർന്നിരിക്കുന്നു. തിരിച്ച് അവിടുന്ന് സ്വതാമത്തിലേക്ക് പോകാൻ തയ്യാറായാലും എന്ന് ഭഗവാൻ എല്ലാം അറിയാമെങ്കിലും കർമ്മത്തിൽ ഇപ്രകാരം ഇരിക്കണമെന്ന് കരുതിക്കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഓരോ പ്രവൃത്തി ചെയ്യിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുകയാണ് ബ്രഹ്മാവ്. അവധീയിൽ ഏതോ മനസ്സിൽ അതല്ല
മനുഷ്യാസാധവ കലോ കീർത്തയന്തശ്ച യദുവം സവതീർണസ്യ ഭവതഃ പുരുഷോത്തമ സരസ്വതം യദീയായ പഞ്ചവിംശാധിക പ്രഭോ നാദുനാദേ കിരാകാര ദേവകാര്യാവശേഷിതം കുലം ച വിപ്രശാവേന പ്രായമഭൂതികം സ്വധാമ പരമം വിശസ്ത യതി മന്യസേ സലോകാൻ ലോകപാലാൻ നാപാഹി വൈകുണ്ഠാംഗരൻ. ശ്രീഭഗവാനുവാച അവതാരിതമേ തന്മേ യഥാ വിദുഭീശ്വരാമൃതം വാ കാര്യമഖിലം ഭൂമേർഭാരോവതാരിത. ഭഗവാനോട് ബ്രഹ്മാവ് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് അവതാരം പൂർത്തിയായിരിക്കുന്നു, അവിടുന്ന് തന്നെ എല്ലാം ചെയ്യുന്നു. ഈ പ്രശാപത്തിന്റെ പേരിൽ കുലത്തെ നശിപ്പിക്കാൻ പോകുന്നു. എല്ലാം അവിടുത്തെ ലീല തന്നെ. അവിടുന്ന് വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളു എന്ന് പറയുന്നതിൽ ഭഗവാൻ പറയുന്ന മറുപടിയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഥിതം യാദവകുലം വീരശൗര്യയോദകം ലോകം ജിഗൃക്ഷദ്രുദ്ധം മേ വേലയേവ മഹാർണവാ. യദ്യസംഹൃത്യ ദുഷ്ടാനാം യദൂനാം വിപുലം കുലം തുല്യസ്മനേന ലോകോയം ഉദ്ദേരേന വിനശ്യതി. ഇദാനീം നാശ ആരബ്ധ കുലശ്ച ദ്വിജശാപത യസ്യാമി ഭവനം ജന്മൻ നേതദന്തേ തവാനകാം. ശിശുവാചം ഇത്യുക്തോ ലോകനാഥേന സ്വയംഭൂ പ്രതിപദ്ധ്യത സഹ ദേവഗണൈർദേവ സ്വധാമാ സമപദ്ധ്യത. അഥ തസ്യാം മഹോത്പാദാൻ വാരവസ്യാം സമുദ്ധിതാൻ വിലോക്യ ഭഗവാനാഹ യദുവൃദ്ധാൻ സമാഗതാൻ. ഭഗവാൻ ബ്രഹ്മാവിനെ ആശ്വസിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ശാപം നിമിത്തം, ആ വിപ്രനാന്റെ ശാപം നിമിത്തം ഇതുപോലെ ആരാലും സംഹരിക്കാൻ കഴിയാത്ത അവർ അഹങ്കാരികളായി തീർന്നാൽ പിന്നെ അവർ ഭൂമിക്ക് ഭാരമാകും. അതുകൊണ്ട് തന്നെ അവരെല്ലാം സംഹരിക്കും. ഇപ്രകാരം എല്ലാവരെയും സംഹരിച്ചു കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ സ്വധാമത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് അവരൊക്കെ തിരിച്ചു പോയപ്പോൾ അവിടെ വൃദ്ധനായിട്ടുള്ള യദുകുലത്തിലെ വൃദ്ധനായിട്ടുള്ള ഏറ്റവും ഭക്തിയുള്ള ഭഗവാനെ പോലെ തന്നെ എല്ലാം ഭഗവാന്റെ കൂടെ തന്നെ ജീവിച്ച് ഭഗവാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിച്ച് ഭഗവാൻ അഴിച്ചിരുന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള ആ യദുവൃദ്ധാൻ ഉത്തവരെയാണ് യദുവൃദ്ധാൻ എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. ശ്രീ ഭഗവാനുവാച ഏതേഷു മഹത്പാഠ സർവദാ ശാപശ്ചര കുലസ്യാസി ബ്രഹ്മണേഭ്യോ ദുരത്യയാ. നവസ്തവ്യസ്മാഭിൽ പ്രഭാസം സുഹൃത്പുണ്യം യാമോ ദൈവമാചിരം. സ്വയം ജാതസ്മിന്നാപ്ലത്യ സർപ്പൈദ്വാതിദൃൻസുരൻ ഭോജയിത്തോസിജോ വിപ്രാനാനാ ഗുണവദാന്ധസാ. സുദാനായ പാത്രേഷു സജ്ജയോക്ത്വായ മഹാന്തി വൈ രചനാനി സരിഷ്യാമോ ശ്രീശുഭോവാച ഏവം ഭഗവതാദിത്യ യാദവാകുലനന്ദന ഗന്ധൂതീയത്തീർത്ഥം ചന്ദനാൻ സമയൂയുജൻ. തന്നിരിച്ചോദ്ധവോ രാജൻ ശ്രുത്വാ ഭഗവതോദിതം ദൃഷ്ട്വാദിഷ്ടാനി ഘോരാണി നിത്യം കൃഷ്ണമനുവ്രത. വിവിക്ത ഉപസംഗമ്യ ജഗദാമീശ്വരേശ്വരം പ്രണമ്യ ശിരസാ പാദോ പ്രാഞ്ജലിസ്തമുപാസത. ഉദ്ധവോവാച ദേവദേവേശ യോഗേശ പുണ്യശ്രവണകീർത്തന സംഹൃത്തൈതത്കുലം ഗുണം ലോകം സജ്ജക്ഷരേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്നയതീശ്വര. കമലം ക്ഷണാർത്ഥമവികേശവാ ഭഗവാന്റെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഉദ്ധവർക്ക് എന്നോട് സംശയം തോന്നുകയും എല്ലാം ഇല്ലാതാക്കാൻ പോവുകയാണോ എന്നുള്ള ഒരു തോന്നൽ തോന്നിയിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് എന്താണ് ലീല ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. തവ വിക്രീഡിതം കൃഷ്ണ ഋണാം പരമമംഗളം
കർണപീയൂഷമാസ്വാദ്യ ജഗത്യന്യകാഞ്ചന ശയ്യാസനാടനസ്ഥാനസ്ഥാനക്രീഡാസനാദിഷു കഥം ത്വം പ്രിയമാത്മാനം വയം ഭക്തശ്ച ദേമഹി ത്രയോഭുക്തസർഗവാസോ അസോലങ്കാരദക്ഷിതാം ഉച്ചിഷ്ടബോധിമോദാസാസ്തവമായാംശേമഹി വാദരസനായ വിഷയശ്രമണ ഊർധ്വമന്ദിന ബ്രഹ്മാഖ്യം ദാമദേയാന്തി ശാന്താ സന്യാസിനോ മലാ വയം വിഹമഹായോഗിൻ ഭ്രമന്ത മഹായോഗിൻ പ്രമന്ദ കർമ്മവന്യ ഈ കഴിഞ്ഞ 3 ശ്ലോകങ്ങളിലായി ഭഗവാൻ ചോദ്യങ്ങൾ ഞാൻ ഇപ്രകാരം എല്ലാ സമയത്തും ഗ്രഹിച്ചിരിക്കുന്നു. ശയ്യ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാ സമയത്തും ഇവിടെ തന്നെ ഇരിക്കുന്ന എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഉച്ചിഷ്ട ഭോജനമല്ലേ ഞാൻ കഴിക്കുന്നത്, ദാസനല്ലേ ഞാൻ, അങ്ങനെയുള്ള എന്നെ വിട്ടു പോവുകയാണോ പോകുമോ എന്നുള്ള ആ വിഷമം കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്. ഇപ്രകാരം എന്നെ വിട്ടു പോകരുതേ എന്നുള്ള അർത്ഥത്തോടുകൂടി വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്. സ്മരന്ത എല്ലാവരും ലോകവിടംബരം ശ്രീശുഗോരാജ ഏവം വിജ്ഞാപിതോ രാജൻ ഏകാന്തിനം പ്രിയം നൃത്യം ഉദ്ധവം സുഖമഭാഷത. ഓം തത്സത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യസംഹിതായാം ഏകാദശസ്കന്ധേ ഷഷ്ഠോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത ദർശനത്തോടുകൂടി ഈ പാരായണം ഭഗവാനെ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കമല കൃഷ്ണ കങ്കണ കലയുഗള കുങ്കുമ പങ്കില വട്ടസ്ഥലവര കുവലയതടനീല ദേവാ ജയ ജയ ഭാഗവത നവനീതകര കൃഷ്ണ കരുണീ ചിത്തഹര ജയ പാലയ ദാമോദര തുളസീദാമര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുഭജന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദീന ഗുണ നാരായണ വര ഭട്ടഗിരീകൃത തുൽവര ശുഭഫലത ദേവാ ജയ ജയ ഭാഗവത ഭൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാർഗ മന്ദിര നാമ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത.
നാരദനെ ഭൂമിയിലേക്ക് സ്തുതിക്കുന്നത് ആരംഭത്തിൽ പാരായണം ചെയ്യാൻ മറന്നുപോയി. ജയതി ജഗതി മായ യസ്യ മായാധികസ്തേ ഭജനരചനമേകം കേവലം ചാകലയ്യ രോമകമഭിയാനോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദോസ്മി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ വിഷ്ണുവിന്റെ പ്രയാണത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാൻ സമർപ്പിക്കുന്നു. ശങ്കരാചാര്യന്റെ വിഷ്ണുവിജയം. ഓം വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം ഓംകാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം.